ഫൈനസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SCERT 8th സ്റ്റാൻഡേർഡിലെ ബയോളജി ടെക്സ്റ്റിലെ 8th ചാപ്റ്ററായ ജീവൻ്റെ ഉദ്ഭവം ജീവികളുടെയും എന്നത് പകുതി വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ജീവൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട 2 സിദ്ധാന്തങ്ങളെപ്പറ്റി പറഞ്ഞു. അവയാണ് പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവും. അടുത്തതായി ജീവൻ്റെ ആവിർഭാവത്തിന് കാരണമായ ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ പ്രത്യേകതകൾ പറഞ്ഞു. അതിനുശേഷം രാസപരിണാമ പ്രക്രിയയിലൂടെ ആദിമ കോശത്തിൻ്റെ രൂപീകരണം, പിന്നെ അവ തെളിയിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ വിവിധതരം ശാസ്ത്ര പരീക്ഷണങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ യുറേ മില്ലർ പരീക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദിമ ഭൂമിയിലെ സാഹചര്യങ്ങളെ പരീക്ഷണശാലയിൽ കൃത്രിമമായി സൃഷ്ടിച്ചാണ് യുറേ മില്ലർ എന്നിവർ പരീക്ഷണം നടത്തിയത്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. ഇവിടം വരെയായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യമായി പറയുന്നത് ആദിമ കോശങ്ങളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവജാലങ്ങളിലേക്ക്. അപ്പോൾ ആദിമ കോശം ഉണ്ടായതുവരെ നമ്മൾ നോക്കി. സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതായിരുന്നു ആദിമകോശം. ഈ ആദിമകോശത്തിൽ നിന്നുമാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായത്. ആദ്യമുണ്ടായ ലളിത ഘടനയുള്ള ഇത്തരം ജീവികളെ പ്രോക്യാരിയോട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രോക്യാരിയോട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഘടനയായിരിക്കും ഇത്തരത്തിലുള്ളത്. കാരിയോട്ട് മീൻസ് ന്യൂക്ലിയസ്. പ്രോക്യാരിയോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഘടനയുള്ള ജീവികളെയാണ് നമ്മൾ പ്രോക്യാരിയോട്ട് വിഭാഗത്തിൽ പെടുന്നത്. അടുത്തതായിട്ട് പ്രോക്യാരിയോട്ടിൽ നിന്ന് യൂക്യാരിയോട്ട്. യൂക്യാരിയോട്ട് എന്ന് വെച്ചാൽ എന്താണ്? യൂക്യാരിയോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് അഥവാ മർമ്മം കാണപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ യൂക്യാരിയോട്ടുകൾ അല്ലെങ്കിൽ യൂക്യാരിയോട്ടിക് കോശം എന്നൊക്കെ പറയുന്നത്. അടുത്തതായി നമുക്ക് ഈ പ്രോക്യാരിയോട്ടിക് കോശങ്ങളും യൂക്യാരിയോട്ടിക് കോശങ്ങളുടെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്രോക്യാരിയോട്ടിക് കോശത്തിനെ നോക്കാം. അതിൽ കോശാംഗങ്ങൾ വളരെ കുറവായിട്ടാണല്ലേ കാണുന്നത്. അതുപോലെ തന്നെ കോശാംഗങ്ങൾക്ക് സ്തരാവരണമില്ല. സ്തരാവരണം മീൻസ് മെംബ്രെയിൻ, അങ്ങനത്തുള്ള മെംബ്രെയിൻ കവറിങ്സ് ഒന്നുമില്ല ഈ പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ. അടുത്തതായിട്ട് സ്തരാവരണമുള്ള മർമ്മവും കാണുന്നില്ല. എവിടെയാണ് ഇതെല്ലാം കാണാത്തത്? പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ. അതായത് വളരെ ലളിതമായ ഘടനയാണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങളിലുള്ളത്. അടുത്തതായി യൂക്യാരിയോട്ടിക് കോശങ്ങളെ നോക്കാം. അവിടെ കൂടുതലായിട്ട് കോശാംഗങ്ങൾ കാണപ്പെടുന്നുണ്ടല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള മൈറ്റോകോൺട്രിയം, ന്യൂക്ലിയസ്, ഗോൾജി ബോഡി, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇങ്ങനെ ഒരുപാട് കോശാംഗങ്ങൾ യൂക്യാരിയോട്ടിക് കോശങ്ങളിൽ കാണാം. അതുപോലെ തന്നെ സ്തരാവരണത്തോടു കൂടിയുള്ള കോശാംഗങ്ങളും സ്തരാവരണമുള്ള മർമ്മവുമുണ്ട്. കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള ഘടനയാണ് യൂക്യാരിയോട്ടിക് കോശങ്ങളിൽ കാണുന്നത്. അപ്പോൾ അത്രയാണ് അതിനകത്ത് ബേസിക്കലി മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഇനി യൂക്യാരിയോട്ടിക് കോശത്തിൽ നിന്ന് എങ്ങനെയാണ് മറ്റ് കോശാംഗങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ഒരു ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെറുകോശമായ എയറോബിക് ബാക്ടീരിയത്തെ വിഴുങ്ങുന്നു. എന്നിട്ടോ ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിന് പകരം സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ മൈറ്റോകോൺട്രിയായിട്ട് മാറുന്നു. ഇതൊരു സാഹചര്യം. അതുപോലെ തന്നെ ചില സമയത്ത് ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ ആയിരിക്കും വിഴുങ്ങുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ ദഹിപ്പിക്കുന്നതിന് പകരം സംരക്ഷണം നൽകുന്നു. അങ്ങനെ ക്രമേണ ഇവ ഹരിതകണമായി മാറുന്നു. അടുത്തത് പ്രോക്യാരിയോട്ടുകളിൽ ജനിതക വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂക്യാരിയോട്ടിക് കോശങ്ങളുടെ മുഖ്യ സവിശേഷത. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ യൂക്യാരിയോട്ടിക് കോശങ്ങളുടെ മുഖ്യ സവിശേഷത എന്താണ്? പരിണാമ പ്രക്രിയയിലൂടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂക്യാരിയോട്ടിക് കോശങ്ങളുടെ മുഖ്യ സവിശേഷതകൾ. ഇനി നമുക്കിത് നോക്കാം. ആദ്യമായിട്ട് പ്രോക്യാരിയോട്ടിക് കോശത്തിൻ്റെ ഘടന ലളിതമായതാണ്. അതേസമയം യൂക്യാരിയോട്ടിക് കോശത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞേക്കുന്നത് സങ്കീർണമായിട്ടുള്ളതാണ്. പിന്നെ മർമ്മത്തിലാണെങ്കിൽ സ്തരാവരണത്തോടു കൂടിയ വ്യക്തമായ മർമ്മമാണ് യൂക്യാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടുന്നത്. അതേസമയം സ്തരാവരണമില്ല, വ്യക്തമായിട്ടുള്ള മർമ്മവും കാണപ്പെടുന്നില്ല പ്രോക്യാരിയോട്ടിക് കോശങ്ങളിൽ. അടുത്തതായി മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങൾ പ്രോക്യാരിയോട്ടിക് കോശത്തിലുണ്ടോ? ഇല്ല. അതേസമയം യൂക്യാരിയോട്ടിക് കോശങ്ങളിൽ കാണപ്പെടാറുണ്ട്. അതിനുശേഷം അടുത്തതായി ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ കോശങ്ങൾ രൂപപ്പെട്ടു. അതായത് 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നുമാണ് ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടത്.
എന്നിട്ടോ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു, അതിനുശേഷം പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. അതിനുശേഷം അതായത് ഏകദേശം 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടുകൂടി അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റുകൾ എന്നീ കോശാംഗങ്ങളുള്ള യൂക്കാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് ലളിതഘടനയുള്ള ബഹുകോശ ജീവികളും 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ സങ്കീർണമായ ജീവികളും ഉണ്ടായി. ഓക്കെ, അപ്പോൾ അവിടെ വരെയാണ് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാലയളവിനെയെല്ലാം ഒരു ചാർട്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഇവിടെ. 4 മുതൽ 4.6 ബില്യൺ വർഷം ആ കാലയളവിലാണ് ഭൂമിയുടെ ഉദ്ഭവം ഉണ്ടായത്. 3.5-2.5 ബില്യൺ വർഷം ആ ഒരു കാലയളവിലാണ് ആദ്യത്തെ ജീവൻ്റെ രൂപീകരണം ലളിതഘടനയോടുകൂടി ഏകകോശ പ്രോക്യാരിയോട്ടുകൾ രൂപപ്പെട്ടത്. 2.5 ബില്യൺ വർഷങ്ങൾക്കും 541 മില്യൺ വർഷങ്ങൾക്കും ഇടയിലുള്ള കാലയളവിലാണ് യൂക്യാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ രൂപപ്പെട്ടത്. വീണ്ടും 541-252 ദശലക്ഷം വർഷങ്ങൾക്കിടയിലാണ് സസ്യങ്ങളും ജന്തുക്കളും കരയിൽ രൂപപ്പെടുന്നത്. അതിനും ശേഷം അതായത് 252-66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഡിനോസറുകൾ ഉണ്ടാകുന്നത് അല്ലേ. അതിനുശേഷം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് വരെയാണ് സസ്തനികളുടെ ആവിർഭാവവും മനുഷ്യോത്പത്തിയും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം നേരത്തെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതിനെ ജസ്റ്റ് ഒരു ചാർട്ടാക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാലയളവിൻ്റെ ജസ്റ്റ് റഫായിട്ട് ഓർത്തിരുന്നാൽ മതി. എങ്ങനെയൊക്കെയാണ് ആദ്യം ഭൂമിയുടെ ഉത്ഭവം, അതിനുശേഷം പ്രോക്യാരിയോട്ടുകൾ, പിന്നെ യൂക്യാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ, അതിനുശേഷം സസ്യങ്ങളും ജന്തുക്കളും, പിന്നെ ഡിനോസറുകൾ, പിന്നീടാണ് സസ്തനികളുടെ ആവിർഭാവവും മനുഷ്യോത്പത്തിയും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അവിടെ വരെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്. അതിനുശേഷം അടുത്തതായിട്ട് പറയുന്നത് ഒരു കോസ്മിക് കലണ്ടറിനെ പറ്റിയാണ്. എന്താണ് കോസ്മിക് കലണ്ടർ? പ്രപഞ്ചത്തിൻ്റെ പ്രായം കേവലം 1 വർഷമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കുകയാണെന്ന് കരുതുക. പ്രസ്തുത കലണ്ടറിലെ 1 സെക്കൻഡ് എന്നത് ഏകദേശം 438 വർഷങ്ങൾക്ക് സമാനമായിരിക്കും. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. 1 സെക്കൻഡ് എന്നത് 438 വർഷങ്ങൾക്ക് സമാനമായിരിക്കും കോസ്മിക് കലണ്ടറിൽ. ഇപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് കോസ്മിക് കലണ്ടറിൻ്റെ മാതൃകയാണ്. അപ്പോൾ ആദ്യം ജനുവരി, ഫെബ്രുവരി അങ്ങനെ എത്തി ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് എന്ത് സംഭവിക്കുന്നത്? സൗരയുധം ഭൂമി ഉണ്ടാവുന്നത്. അതിനുശേഷം അടുത്ത മാസം എന്ന് കോസ്മിക് കലണ്ടറിൽ നമ്മൾ അങ്ങനെയായിട്ട് പറയുന്നതാണ്. അതിനും ശേഷമാണ് ജീവൻ്റെ ആവിർഭാവം, അതിനും ശേഷമാണ് പ്രോക്യാരിയോട്ടുകൾ, പിന്നെ യൂക്യാരിയോട്ടുകൾ, പിന്നെ അതിനുശേഷം നട്ടലുള്ള ജീവികൾ ഉണ്ടാവുന്നു, കരയിലെ സസ്യങ്ങൾ, അതിനുശേഷം ഡൈനോസറുകൾ, സസ്തിനികൾ ഉണ്ടാവുന്നു. ഏറ്റവും അവസാനം ആണ് ആരുണ്ടാവുന്നത്? മനുഷ്യൻ്റെ ഉത്പത്തി ഉണ്ടാവുന്നത്. കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിൻ്റെ അവസാന ദിനത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യരുണ്ടായത്. പ്രപഞ്ചത്തിൻ്റെ കാലഗണനയിൽ മനുഷ്യൻ്റെ ആവിർഭാവം എത്ര അടുത്ത കാലത്താണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യത്തിന് പിന്നിൽ ജീവപരിണാമം എന്ന പ്രക്രിയയാണ്. പരിണാമം ആകസ്മികമായി നടക്കുന്ന പ്രക്രിയ ആയതിനാൽ അതിൻ്റെ ദിശ പ്രവചിക്കാൻ പ്രയാസമാണ്. പരിണാമത്തിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കുമെന്ന് ഭാവന ചെയ്ത് നിങ്ങളുടെ ചിന്തകൾ സർഗാത്മക രചനകളാക്കും. അപ്പോൾ മെയിൻലി ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് പ്രോക്യാരിയോട്ട്, യൂക്യാരിയോട്ട് ഈ കോശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അതിനുശേഷം ഓരോരോ പ്രോക്യാരിയോട്ടിന് ശേഷം യൂക്യാരിയോട്ട് ഉണ്ടായി, പിന്നെ നട്ടലുള്ള ജീവികൾ, സസ്യങ്ങൾ, ബഹുകോശ ജീവികൾ, ഏറ്റവും അവസാനം മാത്രമാണ് മനുഷ്യോത്പത്തി. ഇത്രയും കാര്യങ്ങൾ ഒക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. താങ്ക്